എന്നാ പറ്റിയടി നീ എന്ത് ദേഷ്യം പിടിച്ചേ? ഏടെ പോയാലും ആൾക്കാർക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അതിന്റെ സൗന്ദര്യത്തിനെ പറ്റിയിട്ടൊന്നുമല്ല. നമ്മൾ പാഞ്ചാലി വസ്ത്രം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എവിടെ നിന്നാണ് സാരി മേടിക്കുന്നത്, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മടുത്ത മിത്തുവേട്ടാ. അതെന്നാ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്കട്ടെ, ആരും എന്നോട് ചോദിക്കാൻ ഇല്ല, ആരും ചോദിക്കൂല. എന്റെ ദൈവമേ, നമ്മളിപ്പോ എവിടെ പോയാലും ആൾക്കാർക്ക് ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എവിടെ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ്, നമുക്ക് എവിടെ പോയി പർച്ചേസ് ചെയ്യാം. ഇതിനെ എല്ലാവരോടും പറഞ്ഞു നമ്മൾ മടുത്തു. മിരി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പർച്ചേസിൽ വരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരും സ്വന്തമായിട്ടൊരു വരുമാനം നോക്കുന്ന ആൾക്കാരും എന്തും ആയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാർക്ക് റെഡിമെയ്ഡ് ആയാലും അല്ലെങ്കിൽ സാരീസ് ആയാലും ക്ലോത്തിങ് ആയാലും ഈവൻ ജനിച്ചു വീണ കുട്ടികൾക്ക് വരെയുള്ള ക്ലോത്തിങ്, അതായത് ഒരു ഷോറൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. ന്യൂ ബോൺ ബേബി മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെയുള്ള എല്ലാവിധ ഔട്ട്ഫിറ്റുകളും കിട്ടുന്ന ഒരു അടിപൊളി 1 lakh സ്ക്വയർ ഫീറ്റിൽ ഒരു ബിഗ് ഹോൾസെയിൽ മാർക്കറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ സ്വന്തം കോഴിക്കോട്ടുള്ള മണിയം വാസു കോമപാസ് റെഡിമെയ്ഡ്സ് ആൻഡ് സാരീസിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഹബ്ബായിട്ടുള്ളൊരു ഷോറൂം, 1,00,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോറൂമാണ്. ഇവിടെ നമുക്കൊരു ഷോപ്പിലേക്ക് വേണ്ട A to Z സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്കൊരു ബൾക്ക് ഓർഡറായിട്ട് തന്നെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹോൾസെയിൽ ഹബ്ബാണിത്. കഴിഞ്ഞ പ്രാവശ്യം ഈ വീഡിയോയിൽ ഒരു സ്മോൾ പോർഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു, ഇത് നിങ്ങൾ വെറും പറ്റിക്കലല്ലേ, നിങ്ങളുടെ പ്ലേസ് നിങ്ങൾ സീക്രട്ടാക്കി വെച്ചിട്ട് ഇത് ജസ്റ്റ് പ്രൊമോഷനല്ലേ. അങ്ങനത്തെ ആൾക്കാരോടാണ് പറയേണ്ടത്, നമ്മൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ട്, ഇവിടുന്നും വാങ്ങാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളെപ്പോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സാരി സെലക്ട് ചെയ്യാൻ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒന്നാമത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, 1-2 ആൾക്കാർ വേറെ കൂടെ വേണ്ടി വരും. നിങ്ങളുടെ ട്രാവല്, ഫുഡ്, സ്റ്റേ, ഇതൊക്കെ പ്രശ്നമാണ്, അതിനൊക്കെ എക്സ്പെൻസ് ആകും. അത് മാത്രമല്ല കറക്റ്റായിട്ടുള്ള വെണ്ടർ പ്ലേസ് കിട്ടിയില്ല, നിങ്ങൾ സ്കാമിലോ ഫ്രോഡിലോ വന്നിട്ട് വീഴും. നമ്മളും സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഇത്രയും ഭാഷ അറിഞ്ഞിട്ട് 5 ഭാഷ അറിഞ്ഞിട്ട് പോലും നമുക്ക് അത്രയും ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം പുതുതായി ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്കും ഓൾറെഡി ഓൺലൈൻ ബുട്ടീക്കുള്ള ആൾക്കാർക്കും ചെറിയ ചെറിയ ഷോറൂമുള്ള ആൾക്കാർക്കും വളരെ ഈസിയായി ഒരു പേടിയും കൂടാതെ കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും നേരിട്ടിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് നേരിട്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുത്താൽ മതി. മാത്രമല്ല കേരളത്തിൽ ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡും കൂടിയാണിത്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ ജസ്റ്റ് കമൻറ്റിൽ ഇങ്ങനെ സീക്രട്ടാണ് അത് ഇതാണെന്ന് പറയുന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ തുള്ളിച്ചാടി നാളെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോയിക്കാൻ നല്ല പണിയും കിട്ടും. അപ്പം അതൊന്നും നോക്കണ്ട, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ കൂടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നേരെ കയറി വന്ന നമ്മളുടെ 3 പീസ് സെറ്റ്, അത് ചുരിദാർ, സൽവാർ, ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടുന്ന ഫ്ലോറിലേക്കാണ്. അപ്പം നമ്മളുടെ കൂടെ അരുണുണ്ട്. അരുണ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മളെ ലാസ്റ്റ് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അരുണെ, ഈ ഒരു ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ? നമ്മൾ ശരിക്കും ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ ലേഡീസാണ് ടോട്ടലി ഉള്ളത്. അതിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഈ 3 പീസ് ഐറ്റംസ് ആണ്. 3 പീസിൽ ഓൾ വെറൈറ്റി ഓഫ് 3 പീസിൽ ഇപ്പം ഇപ്പം സീസണോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് വെറൈറ്റി ക്ലോത്തുകളുണ്ട്. ഇപ്പോൾ വരുന്ന മൽച്ചന്തേരികൾ, പിന്നെ മൽഷിമ്മർ, അതുപോലെ തന്നെ പ്യുർ കോട്ടൻ്റെ പല വേരിയൻറ്റുകൾ, കോട്ടൺ തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട്. അതിലൊക്കെ എല്ലാ ഐറ്റംസും 3 പീസ് ആണ്. അനാർക്കലി ടൈപ്പ്, സൈഡ് ഓപ്പൺ, പിന്നെ അതുപോലെ തന്നെ ഐലൈൻ കട്ടിങ്, അങ്ങനെ 3 പീസിൽ വരുന്ന ഓൾ ഓഫ് വെറൈറ്റി ഐറ്റംസ്, ഓൾ സൈസുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മളെ ഡ്രസ് മെറ്റീരിയലും വരുന്നത്. അത് ഓൾ ഓഫ് എല്ലാ ക്ലോത്തിലും, ടോട്ടൽ ക്ലോത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിൽ തന്നെ നമ്മളെ ഈ ഒരു ടീനേജ് സൈസും കൂടി വരുന്നുണ്ട്, 36, 38, 40. അതും ഈ ഒരു ലേഡീസിനോടനുബന്ധിച്ച് തന്നെ കൂടുതലായിട്ട് പോകുന്നൊരു ഐറ്റംസ് ആണ്. അപ്പോൾ ഇപ്പം ശരിക്കും നമുക്ക് പെരുന്നാളിൻ്റെ ഐറ്റംസ് തന്നെ കൂടുതലായിട്ട് കയറി വരുന്ന ടൈമാണ്. അതും ഇപ്പം എന്താണോ അപ്ഡേഷനായിട്ട് കളിക്കുന്ന ക്ലോത്തുകൾ, അതുപോലെ തന്നെ അപ്ഡേഷനായിട്ട് കളിക്കുന്ന പാറ്റേൺസിലൊക്കെ ആ ഒരു ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടു ഫുള്ള് പണ്ട് അന്ന് ഞാൻ വന്നപ്പോൾ കണ്ട കുറേ ഡിസൈൻസ് എല്ലാം അതാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്ത് പുതിയത് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേഡീസിന്റെ ആദ്യം കാണിച്ചു, ഇനിയിപ്പോൾ എല്ലാവർക്കും പരാതി വേണ്ട, ജെൻസിന്റെ കാണിച്ചില്ല. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജെൻസിന്റെയും ബോയ്സിന്റെയും ബോട്ടം വെയറിലാണ് കേട്ടോ. ഇവിടെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബാഗി ഉണ്ട്, ബൂട്ട് കട്ട് ഉണ്ട്, പിന്നെ ആ ലൈൻസിൻ്റെ എന്തെങ്കിലും പറയല് സീബ്ര അല്ലേ, ഇങ്ങനത്തെ ഫുൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നത് മൊത്തം സാമ്പിൾസ് ആണ്, എല്ലാം റെഡി സ്റ്റോക്ക് ആണ്. സാമ്പിൾസ് നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് അപ്പം തന്നെ എടുത്തിട്ട് പോകാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, അതാണ് മെയിൻ. കാരണം ഇതെല്ലാം സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം. ബർഗർ, എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, ഇതൊക്കെ ബർഗർ പാൻസ് അല്ലേ?
നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ പാൻറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും ആക്ച്വലി. പിന്നെ ഇവരുടെ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ജീൻസാണ്. എനിക്ക് ഈ ജീൻസും ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ ദീപേട്ടാ? ഒന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മേടിച്ചേനെ മില്യോന്. പക്ഷേങ്കിൽ ഒന്ന് മേടിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ വരരുത്. ഇവിടെ ബൾക്ക് ക്വാണ്ടിറ്റീസ് മാത്രമേ ഇവർ കൊടുക്കുള്ളൂ. അത് ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഇതാണ് ബർഗർ പാൻസ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബർഗർ പാൻസ് മറന്നു വേണ്ട. ബർഗർ പെയിൻസ് ഞാൻ കേട്ടു, ബർഗർ പാൻസ് ഇത് ബർഗർ ബൂട്ട്സ്. ഇതാണ് ബർഗർ ബൂട്ട്സ്. അടിപൊളി. ഈ കളർ നല്ല രസമുണ്ട്. ആ കളറാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ. ഈ ഒരു കളർ ഇപ്പം ഭയങ്കര ട്രെൻഡാണ് ആക്ച്വലി. ബർഗർ ആണ് കേട്ടോ, ബർഗർ. ഓക്കെ, ദീപാട്ട ഇങ്ങനെ പിടിച്ചു നിൽക്കുക, ഇത്രയും കളക്ഷൻ ഉണ്ട് ദീപാട്ടാ. അങ്ങനെ നമ്മൾ ജെൻസിൻ്റെ ബോട്ടം വെയർ കഴിഞ്ഞിട്ട് നേരെ വന്നത് ഈ ഒരു ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ ലേഡീസിൻ്റെ ടോപ്സ് ഉണ്ട്, പിന്നെ ബോട്ടം വെയർ ഉണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? ഷോർട്ട് ഉണ്ട്, ടോണിക് ഉണ്ട്, ഫാൻസി ഉണ്ട്. അതായത് ടോപ്സിൽ പറയുന്നത്, ടോപ്സിന്റെ എല്ലാ വെറൈറ്റീസും ഉള്ള ഒരു ഫ്ലോർ ആണ് കേട്ടോ. അതും എല്ലാ തരം കളക്ഷൻസ് ഉണ്ടല്ലേ. മെയിൻ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഏതാ? ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഫാൻസിയിൽ പോകുന്നത്. ഫാൻസിയിൽ ഇവരെ തന്നെ മെയിൻ പ്രൊഡക്ഷൻ ഉണ്ട്, വിമൻസി എന്ന് പറയുന്ന വൈഗ, അതാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ബോട്ടം വെയർ ഉണ്ട്, ബാക്കിൽ മൊത്തം ബോട്ടം വെയർ ആണ്. ഞാൻ പറഞ്ഞത് മൊത്തം സാമ്പിൾസ് ആയിരിക്കും അല്ലേ? ബാഗി സാമ്പിൾസ് ആണ്. അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്. ബാഗി ഉണ്ട്, പിന്നെ ഫിറ്റ് ഉണ്ട്, ജഗിൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും എല്ലാത്തരം ബോട്ടം വെയർസ് ഉണ്ട്. സാമ്പിൾസ് ആണ് ഇവിടെ മൊത്തം ബാക്കിൽ ഇരിക്കുന്നത്. ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്റ്റോക്ക് റൂമിൽ പോയിട്ട് കൈയോടെ നിങ്ങൾക്ക് എടുത്തുതരും. അതുപോലെ ടോപ്സിൻ്റെ സെക്ഷനിൽ എല്ലാ വെറൈറ്റീസ് ഓഫ് ടോപ്സ് ഉണ്ട്. ഈ ഒരു ഫ്ലോർക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഫുള്ള് ടോപ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്, നല്ല നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട്. എല്ലാം യുണീക്കാണ്. നിങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾ ടോപ്സ് മാത്രമായിട്ട് ചെയ്യുന്ന ഓൺലൈൻ ബോട്ടിക്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നേരത്തെ സുജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ഇവർക്ക് ഷിപ്പിംഗ് ഉണ്ട്. അപ്പം എബ്രോഡിലുള്ള ഏതോ ഒരു കസ്റ്റമർ വീഡിയോ കോൾ വഴി ഇവിടുന്ന് ടോപ്സ് സെലക്ട് ചെയ്യാണ് കേട്ടോ. ചേച്ചിമാർ പോയി വീഡിയോ കോൾ വഴി ഓരോ ടോപ്സ് അവരിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും ഇവർ ഷിപ്പ് ചെയ്ത് തരുന്നതാണ്, വേൾഡ് വൈഡ്. നിങ്ങൾ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇവർ ചെയ്തു തരും. ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. എല്ലാതരം ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാവരുടെയും ഉത്സവ സീസണൊക്കെ തുടങ്ങിക്കഴിഞ്ഞ കാവുകളിലും അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തായാലും സെറ്റ് സാരീസും ധാവണീസും സാരീസും എല്ലാം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് സെക്ഷൻ നമ്മളുടെ സെറ്റ് സാരീസ്, പലതരത്തിലുള്ള സെറ്റ് സാരീസ് കേട്ടോ. പ്രിൻറ്റഡ് ആയിട്ടുള്ള അല്ലാണ്ട് നോർമലായിട്ടുള്ള ഉണ്ട്. കളർ ഈ ഒരു കരയൊക്കെ കണ്ടോ, നല്ല രസമുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കരയൊക്കെ ഉള്ളതുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ചേച്ചീനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ. ചേച്ചി വരുമോ? വീഡിയോയിൽ വേണ്ട, വീഡിയോയിൽ വേണ്ട എന്നാണ് ചേച്ചി പറയുന്നത്. സാരമില്ല. അപ്പം ഇതാ പല തരത്തിലുള്ള സെറ്റ് സാരീസാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു പ്രിന്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് കാണുന്ന സെറ്റ് സാരീസ് നോർമലായിട്ടൊരു കര, പിന്നെ ഏതെങ്കിലും ഒരു കളർ ബ്ലൗസ് ഇടും. അതിൽ നിന്നും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട്. ഇത് ഡിജിറ്റൽ പ്രിന്റ് അല്ലേ? ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ സാരിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു നമ്മളുടെ കഥകളിയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ പോലത്തെ പ്രിന്റ് വരുന്ന സാരീസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാൻ വേണ്ടിയിട്ട്. സെറ്റ് സാരി ഇതിൻ്റെ കരയിലും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ നമ്മളുടെ വിഷുവിനും നമ്മളുടെ എല്ലാ ടെമ്പിൾ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സെറ്റ് സാരീസ് ആയാലും ഞാൻ ഓരോന്ന് കണ്ടിട്ട് കണ്ണിങ്ങനെ മഞ്ഞളിക്കാണ്. ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. ഇതിൽ കരയിലും പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കരയിലും ഫുള്ള് പ്രിന്റ് വന്നിട്ടുള്ളൊരു സാരിയാണ്. ഇനി അടുത്ത ഞാൻ വേറൊരു വെറൈറ്റി കാണിച്ചു തരാം. ഗോൾഡൻ കരയൊന്നും അല്ല, ഇത് ടിഷ്യൂ സാരി തന്നെയാണ്. പക്ഷേ എങ്കിൽ ഒരു വയലറ്റ് കളറ് ബോർഡർ, പിന്നെ ഫുള്ള് ഈ ഒരു വയലറ്റ് കളറാണ് കംപ്ലീറ്റ് വരുന്നത്. എല്ലാ തരത്തിലുള്ള കളക്ഷൻസും നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിവിടെ ഉണ്ട്. ഇല്ല നിങ്ങളൊന്നും വിചാരിക്കാണ്ടാണ് വരുന്നത്. ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ടിലും ഇതുപോലെ പ്രിൻറ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന സെറ്റ് മുണ്ടാണ്. ഇത് കാണിച്ചേ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സെറ്റ് മുണ്ട് ആക്ച്വലി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ.
വാവ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ കരയില്ല അല്ലേ? അതാ ഐ മീൻ മറ്റേ ഗോൾഡൻ സെറി ഇല്ല. വാവ്, നല്ല രസമുണ്ട്. ഇതൊരു വെറൈറ്റി ആണ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് സെറ്റ് മുണ്ടാണ്, നല്ല ഒരു ചെലങ്കേൻ്റെ ഒക്കെ ഡിസൈൻ വരിക്കുന്നത്. സാധാരണ ആ ഒരു സിൽവർ ഗോൾഡൻ ബോർഡർ ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ഇത് അതിൻ്റെ ഷോള്. സൂപ്പർ. നമുക്ക് സാരി സെക്ഷനിലേക്ക് പോവാം കേട്ടോ. കമാ. ഫുൾ ഏരിയ നമ്മളുടെ ഡ്രസ് കോഡ്, അതായത് യൂണിഫോം സാരീസൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ ഒരു റോ, ഇവിടെ ഒന്ന് ഈ റോ മൊത്തം കാണിച്ചു കൊടുക്കുമോ? കംപ്ലീറ്റ് ഈ ഒരു റോ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസ് ബൾക്കായിട്ട് നിങ്ങൾക്ക്, അതായത് ബൾക്കായിട്ടാണ് ഇവരുടെ അടുത്ത് ഉള്ളതും, ഓരോ സാമ്പിളായിട്ടല്ല, ബൾക്കായിട്ട് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് അന്ന് തന്നെ നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് വേണോ അത് എടുത്തിട്ട് പോകാവുന്നതാണ്. പല തരത്തിലുള്ള കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ പല തരത്തിലുള്ള നല്ല ഭംഗിയുള്ള സ്ട്രെച്ചബിൾ റെഡിമെയ്ഡ് ബ്ലൗസസും അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെ ഞാൻ എൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഫുൾ സാരീസാണ് കേട്ടോ ഈ ഒരു ഫുൾ സെക്ഷനിൽ. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഹാൻഡ്ലൂം ഉണ്ട്, കോട്ടൺ ഉണ്ട്, പിന്നെ ഹാൻഡ്ലൂം സാരീസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലിനൻ കോട്ടൺ ഉണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് പോലും അറിയാത്ത കുറേ സാരീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമ്മളുടെ ഖാദി കോട്ടണും മൾ കോട്ടണും ഒക്കെയാണ് വരുന്നത്. പിന്നെ അവിടേക്ക് പോവുകയാണെങ്കിൽ ജോർജറ്റ്, പിന്നെ നമ്മളുടെ സിൽക്ക്, ഷിഫോൺ, അങ്ങനത്തെ കംപ്ലീറ്റ് ഏത് ക്ലോത്ത് ടൈപ്പിലും ഏത് ഡിസൈനിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാരീസ് കിട്ടും. ഈ ഒരു വെറൈറ്റീസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ സാരീസ് ഇവിടെ ഉണ്ടാകുമെന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ വെയറിൻ്റെ അടുത്താണ് കേട്ടോ. കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും മുതിർന്നവരുടെയും ഒക്കെ ട്രഡീഷണൽ വെയർ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫുള്ള് പൂരങ്ങളുടെയും അമ്പലത്തിലെയും കാവുകളുടെ ഒക്കെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിഷു വരാൻ പോവാണ്. അപ്പോൾ ട്രഡീഷണൽ വെയർ ഡെഫിനറ്റ്ലി ഒരു ട്രെൻഡാണ്. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസും ഉത്സവങ്ങളും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് പറ്റിയ എല്ലാ കളക്ഷൻസും ഇവിടെയുണ്ട്. ട്രഡീഷണലിന് പറ്റിയ കംപ്ലീറ്റ് ധാവണി സെറ്റ്, പട്ടുപാവാട, ചെറിയ കുട്ടികൾക്കുള്ള പാട്ടുപാവാട, പിന്നെ അതേപോലെ തന്നെയുള്ള സാരികൾ, അതിൻ്റെ സെറ്റുകൾ, സെറ്റും മുണ്ടും, അങ്ങനെ ഒരുപാട് ലെവലിലുള്ള ഒരുപാട് ഡിസൈൻസിലുള്ള ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനത്തെ ഒരു സെക്ഷൻ മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ അതിനു വേണ്ടി പർച്ചേസ് നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ. ട്രഡീഷണൽ വെയറിൽ ഇവരുടെ തന്നെ ഒരു മാനുഫാക്ചറിങ് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്. പട്ടുപാവാടയും ഒക്കെയുള്ളൊരു സാധനം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലും ആ ഒരു അഫോർഡബിലിറ്റി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്രോക്സ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഫ്രോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് ഇത് വെയർ ചെയ്യാനും പറ്റും. ഒരു കംപ്ലീറ്റ് ഷോറൂമിലേക്ക് വേണ്ട A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഫ്രോക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെറൈറ്റീസ് ഓഫ് ഫ്രോക്സ് തന്നെ ഇവരുടെ കയ്യിലുണ്ട് എന്ന്. ഏത് പ്രൈസ് റേഞ്ചിലെ പ്രോഡക്റ്റ്സും ഇവിടെ ഉണ്ട്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ, അതും ബൾക്ക് ക്വാണ്ടിറ്റീസ് മാത്രമാണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ വന്ന് മേടിക്കുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റീസ് ആയിട്ട് തന്നെ മേടിക്കണം. അതായത് ഒരു 15,000 എബോവെങ്കിലും നിങ്ങളെ പർച്ചേസ് ഉണ്ടായിരിക്കണം. ഗൈസ്, അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കിഡ്സിൻ്റെ ഒക്കെ ഒരു ടോപ്പും ഉടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. ഈ 1,00,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു ഷോറൂമിൽ ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് കുറച്ചിങ്ങനെ നീറ്റായിട്ട് കാണാൻ പറ്റിയത്. കാരണം ബാക്കി എല്ലാ ഏരിയയിലും നിറച്ചും ഇവരുടെ കസ്റ്റമേഴ്സും സ്റ്റാഫും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താണ് ഒരു ബഹളമായിരുന്നു. ഇവിടുത്തെ പിള്ളമാരെ ഏകദേശം എല്ലാം അറേഞ്ച് ചെയ്ത് അവർ അങ്ങ് പോയി കഴിഞ്ഞു. കാരണം 6 മണി വരെയാണ് ഇവരുടെ സ്റ്റാഫും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടാവുക. 7 മണിക്ക് വരെ ക്ലോസിങ് ആണെന്ന് തോന്നുന്നത്. ഏകദേശം എല്ലാവരും ക്ലോസ് ചെയ്ത് എല്ലാ സെക്ഷൻസും ആൾക്കാർ പോയി. അപ്പം ഞാനൊരു നീറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ പോയി കഴിഞ്ഞു. ഇത്ര നേരം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇത് എടുത്തിട്ട് തീരുന്നില്ല. എത്രയും സെക്ഷൻസ്, അത്രയും സ്ഥലമുണ്ട്, അത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ഒന്ന് നോക്കിയോ കേട്ടോ. ഇവരുടെ തന്നെ ഓൺ ബ്രാൻഡാണ് നർത്തകി എന്ന് പറയുന്നത്. പേര് നർത്തകി എന്നാണ്. അപ്പം ഞാൻ അത് കണ്ടിട്ട് ജസ്റ്റ് ഇത്രയും നീറ്റായി വെച്ചത് കണ്ടിട്ട് ഞാനൊന്ന് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ട്രെൻഡിങ് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ 6 മണിക്ക് മുന്നേ ഒക്കെ വരണം കേട്ടോ. ആ കറക്റ്റ് 5:30 വരാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തീരില്ല. 6 മണിക്ക് ഒരു ക്ലോസ് ആക്കും. അതിന് നല്ലത്, ഏറ്റവും നല്ലത് രാവിലെ വന്നാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് സാധനങ്ങൾ നല്ല ബൾക്കായിട്ട് എടുത്തിട്ട് പോകാം. നമുക്ക് ബ്ലൂ ടൈ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ കോമപ്പാസിൻ്റെ തന്നെ ഓൺ ബ്രാൻഡാണ് ബ്ലൂ ടൈ. പിന്നെ ഇവിടെ കാണുന്നത് മുഴുവനും
നമ്മുടെ കിഡ്സിൻ്റെ ബോയ്സിൻ്റെ ആക്ച്വലി കിഡ്സ് എന്നല്ല ബോയ്സിൻ്റെ തന്നെ എല്ലാവിധ ഷർട്ട്സും അവൈലബിൾ ആണ്. ഫ്ലോറൽ ഉണ്ട്, പാർട്ടി വെയർ ഉണ്ട്, പിന്നെ അബ്സ്ട്രാക്ട്സ് ഉണ്ട്. നമുക്ക് എല്ലാ ഒക്കേഷൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ. എല്ലാത്തിനും ഞാൻ ട്രെൻഡിങ് എന്ന് എടുത്ത് പറയണ്ട, കാരണം ഇവിടെ എല്ലാ കളക്ഷൻസും പുതിയ പുതിയ ഐറ്റംസാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളത് ആ കളക്ഷൻസ് കാണിച്ചത് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നൈസായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇവരുടെ ബോംബെ സെക്ഷൻ. അതായത് കിഡ്സിൻ്റെ സെക്ഷനിൽ തന്നെ ഫ്രോക്ക് ഉണ്ട്, ലാച്ചയുണ്ട്, ഷറാറയുണ്ട്, പിന്നെ 2 പീസ് സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ളത്. ഫ്രോക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ബാക്കിലൊക്കെ ഫുള്ള് ഫ്രോക്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാച്ചയും പിന്നെ നമ്മളുടെ ഷറാറയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. എന്താ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കിഡ്സിൻ്റെ ഫ്രോക്കാണ് കേട്ടോ, കാണാൻ എന്ത് രസമാണ്. ഇതൊക്കെ നോക്കേ, ഈ ഒരു കളറൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പം ഒരു ഷോറൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഹബ്ബിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ കിഡ്സിൻ്റെ സെക്ഷനിലുള്ള നമ്മളുടെ ലാച്ചയും ഷറാറയും പിന്നെ 2 പീസും ഫ്രോക്കൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളുള്ളത് ഒരു എക്കണോമി റേഞ്ചിൽ വരുന്ന ഫ്രോക്സ് ആണ് കേട്ടോ. കുട്ടികളുടെ ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കുറച്ചും കൂടി ലോ റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇതുണ്ടോ, നമ്മളിപ്പം ഞാൻ വെച്ച് എക്കണോമി എന്ന് പറഞ്ഞപ്പം ആക്ച്വലി നല്ല സിമ്പിൾ ആയിട്ട് കാണാൻ. ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെയാണ് കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവും അല്ലേ മേരി? ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിൾ ആൻഡ് നൈസ് ആയിട്ടുള്ള ഡിസൈൻ, നല്ല ഭംഗിയില്ലേ, അടിപൊളി സാധനം. നിങ്ങൾക്കിപ്പോൾ ചെറിയ പ്രൈസിനൊക്കെ എടുക്കാൻ പറ്റുന്ന കോസ്റ്റ്യൂം ആണെങ്കിൽ ഏകദേശം ഇതൊക്കെ നൈസാണ്. കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ ദീപേട്ടാ? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ന്യൂ ബോൺ ബേബി മുതലാണ് നമുക്ക് കോമപാസിൽ സാധനങ്ങൾ ഇട്ടത്. ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഞാൻ ആദ്യം കണ്ടത് പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങായിരുന്നു. നമ്മുടെ കുഞ്ഞു വാവകൾക്കൊക്കെ തലക്കൊക്കെ ഇടുന്ന സാധനമില്ല, ഇതുവരെ ഉണ്ട്. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് വെയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വാഷബിൾ ഡയപ്പർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ട ഇതുപോലത്തെ കുഞ്ഞു ആക്സസറീസ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ന്യൂ ബോൺസിന് യൂസ് ചെയ്യേണ്ട ന്യൂ ബോൺസിനെ കെയർ ചെയ്യുന്ന ഈ സാധനത്തിന് പറയാ, ഈ ജനിച്ച ഉടനെ കുട്ടികളെ ഉപയോഗിക്കുന്നില്ലേ, നമ്മൾ മില്യോന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ബെഡ് ഉണ്ട്, ടവൽസ് ഉണ്ട്, പിന്നെ മറ്റേ അതിന് പറയാ ഇവിടെ കെട്ടുന്ന സാധനം, എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ക്യൂട്ട് ഐറ്റംസും ഉണ്ട്. ജനിച്ച കുട്ടികൾക്ക് ഇടുന്ന മറ്റേ ഇതിനും എന്തോ ഒരു പേരുണ്ട്, എല്ലാം മറന്നുപോയി. 3 കൊല്ലായില്ലേ, കുട്ടിക്കുപ്പായല്ലേ ഇനി പറയുന്ന പേര് പറയും ഇങ്ങോട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കുട്ടികളുടെ പാർട്ടി വെയർസ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും കണ്ടു കേട്ടോ. ഇതാ ഇതൊക്കെ സാമ്പിൾ ഐറ്റംസ് ആണ്. പാർട്ടി വെയർസ് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി വെയേഴ്സ് ആണ് കേട്ടോ. എല്ലാ ബോക്സ് ഐറ്റംസ് ഷർട്ട്സ് ഒക്കെയാണ്. ഇതിലും ഉണ്ട്. ഇതൊക്കെ ബോക്സ് പീസ് ആയിരുന്നു തോന്നുന്നു. അതിൽ 2 കളേഴ്സ് ഉണ്ട്, നോക്കിട്ട്. ഫൈനലി വലിയൊരു കടൽ നീന്തി കടന്നതുപോലെ കംപ്ലീറ്റ് കോമപാസ് നമ്മൾ അരിച്ചു പെറുക്കി ഏകദേശം എല്ലാവിധ കളക്ഷൻസും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷോറൂമുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരായിട്ട് നേരെ കോഴിക്കോട് ഇങ്ങോട്ടേക്ക് പോയി നമ്മൾ നേരത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ എങ്ങനെ ഓർഡർ ചെയ്യാന്നുള്ളത്, ഇവരുടെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് comapass_. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും കോൾ ചെയ്യുമ്പോഴും എപ്പോഴും ഇവരുടെ നമ്പർ വാലിഡ് നമ്പർ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലുള്ള സെയിം നമ്പർ ആണല്ലേ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഓരോ റീലിലും ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇവർ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ആ ഫോൺ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതാണ്. വേറെ ഒരു നമ്പർ കണ്ടാലും നിങ്ങൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാൻ പാടില്ല. ഒരുപാട് ഫ്രോഡുകൾ നമ്മളുടെ ഓൺലൈനിലുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് ഒരു റീല് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന സെയിം ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇവരുടെ ടൈമിങ് വൈകുന്നേരം 6 o'clock വരെയാണ്. അപ്പോൾ 5 മണിക്ക് വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല.
കുറച്ച് രാവിലെ വന്നു കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പറഞ്ഞതുപോലെ ചെറിയ കുട്ടികളുടെ മുതൽ ന്യൂ ബോൺ ബേബീസ് മുതൽ വയസ്സായ ആൾക്കാരുടെ വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവർക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട്. ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് ഇവരുടെ കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ വീഡിയോ കോൾ ഫെസിലിറ്റീസ് വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. വീഡിയോ കോൾ ചെയ്താൽ മതി. ഇവരുടെ എല്ലാ കളക്ഷൻസും ഇവരുടെ സ്റ്റാഫ് കാണിച്ചു തരുന്നതായിരിക്കും. ഏത് ലോകത്തിന്റെ ഏത് മൂലക്കും ഇവർ ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും. വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഉണ്ട്. ഈ കാണുന്ന ബോക്സ് മുഴുവനും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3 ട്രക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഇപ്പം വീണ്ടും ഇവർക്ക് കൊടുത്തയക്കാനുള്ള ബോക്സസ് ഇവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് ഇനി വരുന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഇത്രയാണ് നമ്മളുടെ വ്ളോഗ് കോമപാസിൻ്റെ. നിങ്ങൾക്ക് ഇനി എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചോ അവൈലബിലിറ്റിനെ കുറിച്ചോ പർച്ചേസിനെ കുറിച്ചോ എന്ത് വേണമെങ്കിലും കോമപാസിൻ്റെ കറക്റ്റ് നമ്പറിൽ തന്നെ കോൾ ചെയ്യുക. ഒന്നിക്കൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോവുക, ഫേക്ക് പേജുകൾ നോക്കുക. അത് പോകാണ് ഒറിജിനൽ പേജിൽ തന്നെ പോയി അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോമപാസിലെ ആൾക്കാർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓർഡർ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് നേരിട്ട് വരികയാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള കോമപാസിൻ്റെ ബിൽഡിങ്ങിൽ വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ എന്തായാലും ടയേർഡായി കളക്ഷൻ നോക്കിയിട്ട് കുറച്ച് കളക്ഷൻസ് നമ്മളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. See you then. This is me then. And Neri signing off. Bye-bye.